വേദപുസ്തകത്തിലെ ആദ്യ സഹോദരന്മാർ കയീനും ഹാബേലും ആയിരുന്നു. അവർ ദൈവത്തിന് ബലി അർപ്പിച്ചതും ദൈവം ഹാബേലിന്റെ ബലിയെ സ്വീകരിച്ചതും അതിൽ അസൂയ പൂണ്ട് കയീൻ ഹാബേലിനെ കൊന്നതും എല്ലാവർക്കും അറിയാവുന്ന ചരിത്രമാണ്. യഹോവ കയീന്റെ പ്രവൃത്തിയിൽ നീരസം പൂണ്ടു. യഹോവ കയീനോട് ചോദിച്ചു, നിന്റെ അനുജനായ ഹാബേൽ എവിടെ എന്ന് ചോദിച്ചതിന്, ഞാൻ അറിയുന്നില്ല, ഞാൻ എൻ്റെ അനുജന്റെ കാവൽക്കാരനോ എന്ന് അവൻ പറഞ്ഞു. കയീൻ ചെയ്ത പാപത്തിന്റെ ഫലമായി യഹോവയുടെ കൺമുൻപിൽ നിന്നും അവനെ ആട്ടിക്കളഞ്ഞു. നമ്മുടെ സഹോദരൻ ആരാണ്? നാം സഹോദരന്മാരുടെ സൂക്ഷിപ്പുകാരാകണം. കയീൻ സ്വന്തം രക്തമായ ഹാബേലിനോട് പോലും ഉത്തരവാദിത്തമില്ലാത്ത സഹോദരൻ ആയിരുന്നു. വീണ്ടും നാം കണ്ടുമുട്ടുന്ന രണ്ട് സഹോദരന്മാരാണ് ഏശാവും യാക്കോബും. അവരുടെ കഥ എല്ലാവർക്കും അറിയാവുന്നതാണ്. ജ്യേഷ്ഠനെ ചതിയിലും വഞ്ചനയിലും പെടുത്തി പിതാവായ ഇസഹാക്കിൽ നിന്നും ജ്യേഷ്ഠാവകാശം തട്ടിയെടുത്ത് അമ്മയുടെ സഹോദരനായ ലാബാന്റെ വീട്ടിലേക്ക് ഓടിപ്പോയ യാക്കോബിന് അവിടെ അനേകം കഷ്ടപ്പാടിന്റെ നാളുകൾ. ഏശാവിനെ ചതിച്ച യാക്കോബിനെ ലാബാൻ ചതിച്ചു. അവന് ഇഷ്ടപ്പെട്ട റാഹേലിന് പകരം കൊടുത്തത് സഹോദരി ലേയയെ. 21 വർഷക്കാലം ലാബാന്റെ വീട്ടിലെ ജീവിതം, സമ്പത്തും ധനവും വർദ്ധിച്ചപ്പോൾ ഭാര്യമാരെയും വെപ്പാട്ടികളെയും സ്വത്തുക്കളും കൊണ്ട് യാക്കോബ് സ്വന്തം നാട്ടിലേക്ക് തിരിക്കുന്നു. യാബോക്ക് കടവിൽ വച്ച് എല്ലാവരെയും അക്കരയ്ക്ക് യാക്കോബ് കടത്തുന്നു. അന്ന് രാത്രി ദൈവദൂതനുമായി മല്ല് പിടിക്കുന്നു. അവിടെ ദൈവം അവന്റെ യാക്കോബ് എന്ന പേര് അന്ന് മാറ്റി ഇസ്രായേൽ എന്ന പേര് നൽകുന്നു. തൻ്റെ കുറ്റങ്ങളെക്കുറിച്ച് അവൻ ബോധവാനാകുന്നു. നാട്ടിലേക്ക് തിരിക്കുന്ന യാക്കോബ് സഹോദരനായ ഏശാവിനെ കണ്ടുമുട്ടുന്നു. ഏശാവ് അവനെ ആലിംഗനം ചെയ്യുന്നു. അവന്റെ ഹൃദയം സഹോദരനോടുള്ള സ്നേഹത്താൽ നിറയുന്നു. അവൻ സഹോദരനോട് ഇങ്ങനെ പറയുന്നു, എന്നോട് കൃപയുണ്ടെങ്കിൽ എൻ്റെ സമ്മാനം എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങണമേ. ദൈവത്തിൻ്റെ മുഖം കാണുന്നത് പോലെ ഞാൻ നിന്റെ മുഖം കാണുകയും നിനക്ക് എന്നോട് ദയ തോന്നുകയും ചെയ്തുവല്ലോ. ഉൽപ്പത്തി പുസ്തകം 33-ാം അധ്യായം അതിൻ്റെ 10-ാമത് വചനം. പഴയതെല്ലാം മറന്ന് പരസ്പരം കരുതുന്ന രണ്ട് സഹോദരന്മാരെ നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നു. പരസ്പരം കാവൽക്കാരാകുന്ന കാഴ്ച. യാക്കോബിന്റെ മക്കളിലേക്ക് കടക്കുമ്പോൾ സഹോദരന്മാരെല്ലാം അവരുടെ ക്ഷേമം അന്വേഷിക്കുവാൻ വന്ന ജോസഫിനെ പൊട്ടക്കിണറ്റിലിടുന്നു. പരസ്പരം കാവൽക്കാരായി വർത്തിക്കേണ്ടവർ സഹോദരനെ ഉന്മൂലനാശം ചെയ്യുവാൻ ശ്രമിക്കുന്നു. യേശു ആരാണ് നല്ല സഹോദരൻ എന്ന ശമരിയാക്കാരന്റെ കഥയിൽ കൂടി കാണിച്ചു തരുന്നു. മുറിവേറ്റവൻ ശമരിയാക്കാരന്റെ ആരുമല്ലായിരുന്നു. എന്നിട്ടും മുറിവേറ്റവനെ കണ്ടപ്പോൾ ശമരിയാക്കാരൻ യാത്ര നിർത്തി. ആ കാഴ്ച കണ്ടപ്പോൾ അവന്റെ മനസ്സലിഞ്ഞു. യഹൂദനും ശമരിയാക്കാരനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. എന്നിട്ടും അദ്ദേഹത്തിന്റെ ഉള്ളം നുറുങ്ങി. മുറിവേറ്റവനെ സത്രത്തിൽ കൊണ്ടുപോകുകയും രാവിലെ മടങ്ങി വരുമ്പോൾ കൂടുതൽ ചിലവിടേണ്ടി വന്നാൽ തിരിച്ച് നൽകാമെന്ന് സത്രക്കാരനോട് പറയുകയും ചെയ്തു. സഹോദരന്റെ യഥാർത്ഥ കാവൽക്കാരൻ ആരെന്ന് യേശു ഈ കഥയിലൂടെ പഠിപ്പിച്ചു. നമുക്ക് മറ്റുള്ളവരെ സ്വന്തം സഹോദരന്മാരായി കാണുവാൻ കഴിയുന്നുണ്ടോ? ആ സഹോദരന്മാരുടെ കാവൽക്കാരനാകുവാൻ കഴിയുന്നുണ്ടോ? കയീനെ പോലെ ഉത്തരവാദിത്വത്തിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നവരാണോ നമ്മൾ? അതോ യാക്കോബിനെ പോലെ സഹോദരനിൽ ദൈവമുഖം ദർശിക്കുന്നവനാണോ? മറ്റുള്ളവരുടെ രോഗങ്ങളും ദുഃഖങ്ങളും കാണുമ്പോൾ ശമരിയനെ പോലെ മനസ്സലിയുള്ളവനാണോ? ക്രിസ്തു സ്നേഹിച്ച പോലെ സ്നേഹം പങ്കിടുവാൻ കഴിയുന്നുണ്ടോ? എങ്കിൽ അവരെ നോക്കി യേശു ഇങ്ങനെ പറയും, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവീൻ, ലോക സ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവീൻ. മത്തായി സുവിശേഷം 25-ാം അധ്യായം അതിന്റെ 34-ാമത് വചനം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു
വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.